ഒരിക്കലും ഒരു സുഹൃത്ത് അയാളുടെ ഷോപ്പിലേക്ക് ഒരു കുറെ കോഴിമുട്ട ഹോൾസെയിൽ ആക്കിയിട്ട് വാങ്ങിയിട്ട് സൈക്കിൾമ കൊണ്ടുപോയിരുന്നു. അങ്ങനെ കൊണ്ടുപോകുന്നതിന്റെ ഇടയിൽ എന്ത് ചെയ്തു, സൈക്കിൾ മറിഞ്ഞ് ഈ കോഴിമുട്ട മുഴുവൻ നിലത്ത് വീണ് പൊട്ടിപ്പോയി. അപ്പൊ എല്ലാവരും ഇയാളിങ്ങനെ അയ്യോ പാപം എന്നുള്ള രീതിയിൽ ഇങ്ങനെ നോക്കുകയായിരുന്നു. കാരണം ഇയാളുടെ കയ്യിലുള്ള മുഴുവൻ കോഴിമുട്ടയും പൊട്ടിപ്പോയല്ലോ. അപ്പൊ അങ്ങനെ വട്ടം കൂടിയിട്ട് എല്ലാവരും ഇങ്ങനെ നിൽക്കുന്നതിന്റെ ഇടയിൽ ഒരു വയസ്സായിട്ടുള്ള ഒരാൾ പറഞ്ഞത്, അയ്യോ പാപം, ഇവന്റെ മുതലാളി എങ്ങാനും ഇത് അറിഞ്ഞാൽ അയാള് ഇവൻ എന്ത് ചെയ്യുമെന്ന് നമുക്ക് അറിയില്ലല്ലോ, എന്താ ഇപ്പൊ ചെയ്യാ, ഞാൻ ഏതായാലും എന്റെ കയ്യിലുള്ള ഒരു 10 രൂപ കൊടുക്കുകയാണ്, അത് വെച്ചിട്ട് ഇവന് വേണമെന്നുണ്ടെങ്കിൽ കോഴിമുട്ട വാങ്ങിക്കോട്ടെ, അതുപോലെ നിങ്ങൾ എല്ലാവരും ഒരു 10 രൂപ കൊടുത്താൽ ചിലപ്പോൾ ഒരുപക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, ഇവന്റെ മുതലാളിയുടെ കയ്യിൽ നിന്ന് ഇവന് രക്ഷപ്പെടാൻ സാധിച്ചേക്കും എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാവർക്കും തോന്നിയത് ഒരു ചെറിയ 10 രൂപയല്ലേ, അത് കൊടുത്താൽ ഏതായാലും ഇവന് ഈ നഷ്ടപ്പെട്ട കോഴിമുട്ടയൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ച് എല്ലാവരും പൈസ കൊടുത്ത്. അപ്പം ഇവൻ ഏകദേശം ഈ നഷ്ടപ്പെട്ട കോഴിമുട്ടയൊക്കെ വാങ്ങാനുള്ള പൈസ ആയ സമയത്ത് വേറൊരു സുഹൃത്ത് വന്നിട്ട് വേറൊരു ഇത് കണ്ടുന്ന ഒരാൾ വന്നിട്ട് പറഞ്ഞു, ആ ഒരു നല്ലവനായിട്ടുള്ള ആ ഒരു മനുഷ്യൻ ഇല്ലായിരുന്നെങ്കിൽ നീ ശരിക്കും നിന്റെ മുതലാളിയുടെ അടുത്ത് പെട്ടുപോകുമായിരുന്നു, അയാൾ നിന്നെ എന്ത് ചെയ്യുന്ന അറിയില്ലായിരുന്നു, അങ്ങനെയുള്ള നല്ല മനുഷ്യന്മാരുള്ളത് കൊണ്ടാണ് നീയൊക്കെ രക്ഷപ്പെടുന്നത്, നമ്മൾ ലോകം തന്നെ നന്നായി പോകുന്നെന്ന് പറഞ്ഞു. അപ്പൊ ഈ ചിരിച്ചുകൊണ്ട് ഈ സൈക്കിൾ ഓടിച്ചിരുന്ന ചങ്ങായി പറഞ്ഞേ, ആ വയസ്സൻ തന്നെയാണ് എന്റെ മുതലാളി. അപ്പൊ ഇത്രേ ഉള്ളൂ. എന്ത് നമ്മളെ സഹായിക്കണ എല്ലാരും സഹായിക്കണത് തന്നെ ആവണമെന്നൊന്നുമില്ല, ചിലപ്പം വേറെ എന്തെങ്കിലുമൊക്കെ ഉദ്ദേശമൊക്കെ ഉണ്ടാവും, പക്ഷെ എല്ലാരും അങ്ങനെയല്ല കേട്ടോ.